നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സസ്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ്, കറുകയാണ്. പൊയേസി ഫാമിലിയിൽ വരുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സൈനോഡോൺ ഡാക്ടൈലോൺ എന്നാണ്. ജഗത്യേവ അനൗഷധം എന്ന ആയുർവേദത്തിൽ ചരകാചാര്യൻ പറയുകയുണ്ടായി. അതിനർത്ഥം ഔഷധമൂല്യങ്ങളില്ലാത്ത ഒരു സസ്യവും നമ്മുടെ ചുറ്റുമില്ലെന്നാണ്. കറുകയുടെ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തന്നെ തോന്നിപ്പോകും. ദുർവ, രൂഹ എന്നെല്ലാം ഇതിൻ്റെ സംസ്കൃതത്തിലെ പേരുകളാണ്. ഇതിൻ്റെ ഇലകൾ ഏകദേശം 2 to 5 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫലങ്ങൾ വളരെ സൂക്ഷ്മമായിരിക്കും. പൂക്കൾ ഇളം പച്ചയോ പച്ച കളറോ ആയിരിക്കും. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സസ്യമാണ് കറുക. കറുക നട്ട് പുൽത്തകിടുകൾ ഉണ്ടാക്കാറുണ്ട്. 2 തരത്തിലുള്ള കറുക ഉണ്ട്, നീലക്കറുക അതുപോലെ വെള്ളക്കറുക. അത് ഇതിൻ്റെ തണ്ടിൻ്റെ നിറത്തെ ആസ്പദമാക്കിയാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. കറുക ഹോമങ്ങൾക്കും അതുപോലെ മാലയായിട്ടും ഗണപതിക്ക് മാലയായിട്ടും നമ്മൾ കെട്ടാറുണ്ട്. ഇത് ദശപുഷ്പത്തിലെ ഒരു പ്രധാന ഔഷധമാണ്. ബ്രഹ്മാവാണ് ഇതിൻ്റെ ദേവത. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. കറുക ഈ നിലത്തിങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ അതിൻ്റെ ഗുണം പടർന്ന് പന്തലിച്ച് പെട്ടെന്ന് ഗുണം കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപയോഗം ഇപ്പോൾ ഈ ദുർവാഘൃതം, ദുർവാദി വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് ഇതിന് ചേർത്തുണ്ടാക്കുന്ന ഔഷധം. ഈ ദുർവാദി വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കറുകെട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരം പോകും. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഈ ചൊറി ചെറുങ്ങിന് ഈ ദുർവാദി വെളിച്ചെണ്ണ അല്ലെങ്കിൽ കറുകെട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ നല്ലതാണ്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഈ ഒടിയിലുണ്ടാകുന്ന ഈ ഫംഗസിന് ഈ കറുക അരച്ച് കലക്കമാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്. ഈ വയറ്റിലുണ്ടാകുന്ന പുണ്ണിന് ഈ ദുർവ അരച്ച് സ്വരസമാക്കിയിട്ട് തേൻ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ദുർവാഘൃതം വേണമെങ്കിൽ നമുക്ക് അകത്തേക്ക് കഴിക്കാം. അതുപോലെ ഈ ഉണങ്ങാത്ത മുറികൾ അല്ലെങ്കിൽ വ്രണങ്ങൾ ഈ കഴുകിയതിന് ശേഷം ഈ കറുക അരച്ച് അത് ഈ പശുനെയ്യിൽ ചാലിച്ച് കൽക്കമാക്കി വെച്ച് ബാൻഡേജ് ചെയ്ത് വയ്ക്കും. അത്ഭുതമായിട്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ്.